എയർ ഇന്ത്യക്കെതിരെ സിവിൽ ഏവിയേഷൻ മുൻ ജോയിന്റ് സെക്രട്ടറി സനത് കൗൾ രംഗത്തെത്തിയിരിക്കുന്നു എന്നതാണ്. സുരക്ഷാ പരിശോധനയിലടക്കം പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി എയർ ഇന്ത്യക്ക് പലതവണ കത്തെഴുതിയിട്ടുണ്ട്. ഓരോ യാത്രയ്ക്ക് മുൻപും ഇൻസ്പെക്ടർമാർ പരിശോധന നടത്താറുണ്ട്. ഇത് ഫലപ്രദമാണോ എന്ന് പരിശോധിച്ചു വരികയാണ് എന്നാണ് സനത് കൗൾ പറഞ്ഞത്. അജീഷ് ജയകുമാർ വിശദാംശങ്ങളുമായി. അജീഷ്, ഇദ്ദേഹം സിവിൽ ഏവിയേഷന്റെ മുൻ ജോയിന്റ് സെക്രട്ടറിയാണ്. പക്ഷേ അദ്ദേഹം പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതിനു മുൻപും പലതവണ എയർ ഇന്ത്യക്ക് കത്തെഴുതിയിട്ടുള്ളതാണ് സുരക്ഷാ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി എന്നതാണ്. നമ്മൾ ഇതിനോടകം തന്നെ പലകുറി പറഞ്ഞു കഴിഞ്ഞതുമാണ്. ഈ ഡ്രീം ലൈനറുമായി ബന്ധപ്പെട്ട് തന്നെയുള്ള പ്രശ്നങ്ങളാണ്, സാങ്കേതിക പ്രശ്നങ്ങൾ, അതൊക്കെ ഇതിനു മുൻപും പുറത്തു വന്നതാണ്. പക്ഷേ അതൊക്കെ അവഗണിക്കുന്നൊരു സമീപനം എയർ ഇന്ത്യ സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളത് ഈ ഘട്ടത്തിൽ ചർച്ച ചെയ്യേണ്ടതാണോ? പക്ഷെ വളരെ ഗൗരവത്തിലുള്ള വിഷയം തന്നെയാണ്. ഇപ്പോൾ ഇദ്ദേഹം പറയുന്നത് എന്താണ്? അനുജ, നമ്മൾ ഈ ഘട്ടത്തിൽ ഈ അപകടത്തിന്റെ കാരണത്തെക്കുറിച്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഇങ്ങനെ ഒരു നിർണായകമായ ഒരു പ്രതികരണം വരുന്നത്. അദ്ദേഹം സിവിൽ ഏവിയേഷൻ മിനിസ്ട്രിയുടെ മുൻ ജോയിന്റ് സെക്രട്ടറി കൂടിയാണ്. ഇപ്പോൾ അദ്ദേഹം ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ ഫോർ ഏവിയേഷൻ എയ്റോസ്പേസ് ആൻഡ് ഡ്രോൺസ് അതിന്റെ ചെയർമാൻ കൂടിയാണ്. അങ്ങനെ ഒരു സംഘടനയുടെ ചെയർമാൻ കൂടിയാണ്. വർഷങ്ങളായി ഏവിയേഷൻ മേഖലയിൽ പ്രവർത്തിക്കുന്ന അനുഭവ പരിചയമുള്ള ഒരു മുതിർന്ന IAS ഉദ്യോഗസ്ഥൻ കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ ഭാഗത്താണ് അദ്ദേഹം ഒരു വാർത്താ ഏജൻസിക്ക് നൽകിയ പ്രതികരണമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അത് ഇങ്ങനെയാണ്: എയർ ഇന്ത്യക്കെതിരെ മുൻപും സമാനമായിട്ടുള്ള പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി മിനിസ്ട്രി ഓഫ് സിവിൽ ഏവിയേഷൻ അത് കത്ത് നൽകിയിട്ടുണ്ട്. സിവിൽ ഏവിയേഷന് കീഴിൽ വരുന്ന DGCA ആണ് ഇങ്ങനെ കത്ത് നൽകിയിട്ടുണ്ട്. DGCAക്കാണ് ഈ എയർപോർട്ട് വിമാനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കാനുള്ള സ്വതന്ത്ര ചുമതലയുള്ളത്, അധികാരമുള്ളത്. അവരാണ് ഇതിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പരിശോധിക്കുന്നതും തീരുമാനിക്കുന്നതും എന്തെങ്കിലും മാറ്റങ്ങൾ വേണ്ടത് ശുപാർശ നൽകുന്നത് ഒക്കെ തന്നെ ഈ DGCA ആണ്. DGCA ഇങ്ങനെ പലതവണ മുൻപും ഈ എയർ ഇന്ത്യക്ക് ഇത്തരത്തിൽ കത്തുകൾ എഴുതിയിട്ടുണ്ട്, ഇങ്ങനെ സുരക്ഷാ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി എന്നാണ് അദ്ദേഹം ഇപ്പോൾ പ്രതികരിച്ചിട്ടുള്ളത്. അതായത് സുരക്ഷാ വിലയിരുത്തലിലും സൂക്ഷ്മ പരിശോധനകളിലടക്കം മെയിൻ്റനൻസിലടക്കം പല പ്രശ്നങ്ങൾ എയർ ഇന്ത്യക്ക് അങ്ങനെ ഉണ്ടെന്ന് ചൂണ്ടിക്കാട്ടി കത്തുകൾ എഴുതിയിട്ടുണ്ട്. മാത്രമല്ല എയർ ഇന്ത്യയുടെ മെയിൻ്റനൻസ് പ്രൊസീജിയേഴ്സ് അതിൽ ചില പ്രശ്നങ്ങൾ ഉള്ളതായിട്ടും അദ്ദേഹം സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല ഓരോ ഫ്ലൈറ്റിന് മുന്നോടിയായിട്ടും ഒരു ലൈൻ ചെക്കപ്പ് ഉണ്ട്. അതായത് ഓരോ സർവീസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേയും അവിടുത്തെ ഒരു ഇൻസ്പെക്ടർമാർ ആ വിമാനത്തിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, എന്തെങ്കിലും മെക്കാനിക്കൽ പ്രശ്നങ്ങളുണ്ടോ എന്നടക്കമുള്ള പരിശോധനകൾ നടത്താറുണ്ട്. അതിന് ലൈൻ ചെക്കപ്പ് എന്നാണ്, ലൈൻ മെയിൻ്റനൻസ് എന്നാണ് പറയുന്നത്. അത് ഓരോ വിമാനത്താവളത്തിലെയും ഇൻസ്പെക്ടർമാരാണ് ഇത്തരത്തിലുള്ള പരിശോധനകൾ നടത്തുന്നത്. എയർ ഇന്ത്യ വിമാനത്തിലെ ഇത്തരത്തിലുള്ള പരിശോധനകൾ ഇത് ഫലപ്രദമാണോ, ഇത് സമഗ്രമാണോ എന്ന് അത് പരിശോധിക്കേണ്ടതുണ്ട്. അത് അക്കാര്യങ്ങളിലൊക്കെ ഒരു സ്ക്രൂട്ടണി ഇപ്പോൾ നടത്തേണ്ടതുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും ഈ ഒരു ഘട്ടത്തിൽ ഇത്തരത്തിൽ എയർ ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന്, എയർ ഇന്ത്യയുടെ ഈ സുരക്ഷാ പരിശോധനകളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്ന് അത് പരിശോധിക്കേണ്ടത് അത്യാവശ്യമാണ് എന്നാണ് ഈ മുന്നേ സിവിൽ ഏവിയേഷൻ മിനിസ്ട്രിയുടെ ജോയിന്റ് സെക്രട്ടറി കൂടിയായ ഒരു ഉദ്യോഗസ്ഥന്റെ പ്രതികരണം വന്നിരിക്കുന്നു. എന്തായാലും ഈ അപകടത്തിന്റെ കാരണത്തെക്കുറിച്ച് അന്വേഷിക്കുന്ന ഈ ഘട്ടത്തിൽ ഈ പ്രതികരണം ഏറെ നിർണായകമാണ്, അത് വളരെ പ്രധാനപ്പെട്ടതുമാണ്. അതെ, അതിനിടെ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ്. എയർ ഇന്ത്യയുടെ അറ്റകുറ്റപ്പണി നടപടിക്രമങ്ങളൊക്കെ പരിശോധിക്കണം എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു വയ്ക്കുകയാണ്. അതായത് ഗൗരവത്തിൽ തന്നെ ഈ കാര്യങ്ങൾ അധികൃതർ കൈക്കൊള്ളും അത് എന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നതും. അജീഷ് തുടരുന്നുണ്ട്. അജീഷ്, ഇപ്പോൾ ഇതിൽ പ്രാഥമികമായ ഒരു അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഈ അപകടത്തിൽ ബ്ലാക്ക് ബോക്സ് കിട്ടിയിട്ടുണ്ട്. അത് ഒരു ബ്ലാക്ക് ബോക്സ് മാത്രമാണ് കിട്ടിയത്. അടുത്ത ബ്ലാക്ക് ബോക്സിനായുള്ള പരിശോധന, തിരച്ചിൽ അതൊക്കെ തുടരുകയും ചെയ്യുന്നുണ്ടല്ലോ. അങ്ങനെ എങ്ങനെയാണ് ഇതിൽ പ്രാഥമികമായ അന്വേഷണം തുടങ്ങിയിട്ടുള്ളത്? അനുജ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ അപകടത്തിന്റെ കാരണം കണ്ടെത്തണമെങ്കിൽ ഇതിൽ ഏറ്റവും നിർണായകമായത് വിമാനത്തിന് അകത്തുള്ള ബ്ലാക്ക് ബോക്സ് അത് കണ്ടെത്തുക എന്നുള്ളതാണ്. വിമാനത്തിൽ 2 ബ്ലാക്ക് ബോക്സുകളാണ് ഉള്ളത്. ബ്ലാക്ക് ബോക്സിന്റെ 2 ഉപകരണങ്ങളാണിത്. അത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ FDR ഫ്ലൈറ്റ് ഡേറ്റ റെക്കോർഡറും മറ്റൊന്ന് കോക്പിറ്റ് വോയിസ് റെക്കോർഡറുമാണ്. ഇതിൽ രണ്ടിലുമാണ്, അതൊന്ന് ഫ്ലൈറ്റിന്റെ മുൻവശത്തും മറ്റൊന്ന് പിൻവശത്തുമാണ് ഉള്ളത്. ഇന്നലെ നടത്തിയ പരിശോധനയിൽ ഇതിന്റെ പിൻവശത്തുള്ള ബ്ലാക്ക് ബോക്സിന്റെ ഒരു ഉപകരണം കണ്ടെത്തിയിട്ടുണ്ട്. വശത്തെ ഭാഗം അതിലെ ഉണ്ടായിരുന്ന ബ്ലാക്ക് ബോക്സിന്റെ ഉപകരണമാണ് ഇനി കണ്ടെത്തേണ്ടതുണ്ട്. അത് സൂക്ഷ്മ പരിശോധനകൾ അവിടെ നടത്തുന്നുണ്ട്. അത് ഇതുവരെയ്ക്കും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അവിടെ ഫോറൻസിക് സംഘമുണ്ട്. മാത്രമല്ല അവിടെ ഇപ്പോഴും ഇതിന്റെ അവശിഷ്ടങ്ങൾ പരിശോധിക്കുന്ന DGCയുടെ അടക്കം വിദഗ്ധ സംഘം അവിടെ എത്തിയിട്ടുണ്ട്. എയർ ഇന്ത്യയുടെ വിദഗ്ധ സംഘം അവിടെ എത്തിയിട്ടുണ്ട്. അവർ ഇന്നലെ മുതൽ തന്നെ അവിടെ പരിശോധന നടത്തുകയാണ്. അത് കിട്ടിയാൽ മാത്രമേ എന്തുകൊണ്ടാണ് ഈ അപകടം സംഭവിച്ചിട്ടുള്ളത്, എഞ്ചിൻ തകരാറ് എങ്ങനെ ഉണ്ടായി എന്നടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് വ്യക്തമാക്കുകയുള്ളൂ.
വ്യക്തമാവുകയുള്ളൂ. എന്തൊക്കെ വിവരങ്ങൾ ഇതിലുണ്ട് എന്നുള്ളത് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞതാണ്. ഈ ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡറിനകത്താണ് ഈ ഫ്ലൈറ്റ് അത് എത്ര വേഗത്തിലായിരുന്നു പോയിരുന്നത്, എത്ര ഉയരമായിരുന്നു കൈവരിച്ചത്, അതിനകത്ത് എന്തെങ്കിലും തകരാറുകൾ ഉണ്ടായിരുന്നു, എന്തെങ്കിലും അതിൻ്റെ ഉപകരണങ്ങളിൽ മെക്കാനിക്കൽ എറർ ഉണ്ടായിരുന്നു തുടങ്ങിയ കാര്യങ്ങൾ വ്യക്തമാവുകയുള്ളൂ. കോക്പിറ്റ് വോയിസ് റെക്കോർഡർ കിട്ടിയാൽ മാത്രമേ പൈലറ്റുമാർ, അതിനകത്ത് 2 വൈമാനികരുണ്ടായിരുന്നത്, അവർ സംസാരിച്ചിരുന്ന കാര്യങ്ങൾ, ഈ അപകടത്തിന് മെയ്ഡേ അലേർട്ട് കൊടുക്കുന്നതിന് തൊട്ട് മുൻപ് അവർ പാനിക്കായതിൻ്റെ കാരണം എന്താണ് അവർ തൊട്ട് മുൻപേ സംസാരിച്ചിട്ടുണ്ടാവുക, മാത്രമല്ല അതിനകത്തെ ഈ കോക്പിറ്റിനകത്തെ എല്ലാ ശബ്ദങ്ങളും അതിനകത്ത് റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവും. ഇത് വീണ്ടെടുക്കുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് വീണ്ടെടുത്ത ശേഷം ശാസ്ത്രീയ പരിശോധന നടത്തണം. അതിന് ദിവസങ്ങൾ തന്നെ വേണ്ടി വന്നേക്കും. DGCയുടെ അടക്കം ഫോറൻസിക് ലാബിലായിരിക്കും ഇതിന്റെ പരിശോധനകൾ നടത്തുന്നത്. മുമ്പ് പല വിമാനങ്ങളിലും ഈ കോഴിക്കോട് കരിപ്പൂർ വിമാനത്താവളത്തിലെ അപകടത്തിലടക്കം എന്തുകൊണ്ടാണ് അപകടം സംഭവിച്ചതിന്റെ കാരണം വ്യക്തമായത് ഈ ബ്ലാക്ക് ബോക്സ് കണ്ടെത്തിയതിലൂടെയാണ്. എന്തായാലും ബ്ലാക്ക് ബോക്സ് അതിന്റെ കണ്ടെത്താനുള്ള അടുത്ത ഘട്ട നടപടി തുടങ്ങി എന്നുള്ളതാണ് ഏറ്റവും പ്രധാന പുതിയ വിവരം. അതാണ് അത്തരത്തിലേക്ക് ഒരു ബ്ലാക്ക് ബോക്സിന് വേണ്ടിയുള്ള തെരച്ചിൽ കൂടി ഇപ്പോൾ തുടരുന്നുണ്ട്. പ്രാഥമികമായ അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്ന വിവരമാണ് നമുക്കിപ്പോൾ കിട്ടുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഡബിൾ എഞ്ചിൻ തകരാർ ഈ വിമാനം നേരിട്ടു എന്ന വിവരം കൂടി വന്നു എന്നതാണ്. അത് അപൂർവമായി മാത്രം സംഭവിക്കുന്നതാണ്.